ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. കടായി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം കടുക്, കറിപ്പത്ത, ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് സവാള കുറച്ചിട്ട് കൊടുക്കാം. സവാള കുറച്ച് കൂടുതൽ വേണം റോസ്റ്റാക്കാൻ വേണ്ടി. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ടൊമാറ്റോ മുറിച്ചിട്ട് കൊടുക്കുക. വലിയൊരു ടൊമാറ്റോ ചെറിയ പീസായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ടൊമാറ്റോ ഉള്ളിയെല്ലാം ഒന്ന് വാടി ഒന്ന് പേസ്റ്റ് പോലെ ആയിട്ട് ഇതിലേക്ക് വീണ്ടും ഒരു 2 സവാള മുറിച്ചിട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ലെമൺ വാട്ടർ ആയാലും പ്രശ്നമില്ല. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു സ്പൂണ് ചതച്ച കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല മിക്സ് ആക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് സൈഡിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കാടമുട്ട ഇവിടെ പുഴുങ്ങാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. പുഴുങ്ങി വെച്ച കാടമുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ശരിക്കൊന്ന് മിക്സ് ആക്കുക. കുറച്ച് കറിപ്പത്ത ഇതിലിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പൊടിയുപ്പ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹിമാലയൻ സാൾട്ട്, പിങ്ക് സാൾട്ട്, അതിൻ്റെ പൗഡറാണ്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം
അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് മുറിച്ച് നോട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ കാട റോസ്റ്റ് റെഡി ആയിരിക്കും. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. എല്ലാവരുടെ സപ്പോർട്ടും തിരിച്ചങ്ങോട്ടും തരുന്നതായിരിക്കും.